അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു പ്രോഗ്രാമിന് വളരെ പ്രൗഢമായ ആമുഖ സംസാരവും ശേഷം ആശംസ സംസാരങ്ങളും ഒക്കെ നടത്തിയ ഭാരവാഹികളെ, പ്രതിനിധികളെ, അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ മനോഹരമായ ഒരു സദസ്സിൽ ഇത്തരത്തിൽ ഒരു ധർമ്മ സമര സംഗമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇതുപോലെ കേരളത്തിലുടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വ്യത്യസ്ത ജില്ലകളിൽ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ, അങ്ങാടികളിൽ, മുക്കുമൂലകളിലൊക്കെ ഇത്തരം ധർമ്മ സമര സംഗമങ്ങൾ നടന്നു വരികയാണ്. ഏകദേശം 100ഓളം ധർമ്മസമര സംഗമങ്ങൾ ഇത്തരത്തിൽ വലിയ പ്രോഗ്രാമായി തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒറ്റപ്പാലം മണ്ഡലത്തിലെ പ്രോഗ്രാമിലാണ് നാം ഏവരും ഉള്ളത്. ഈ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധർമ്മ സമര സംഗമം വിദ്യാർത്ഥികളിൽ ധാർമ്മികതയെ ഉറക്കെ പ്രഖ്യാപിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന, നന്മകളിലും സദാചാരത്തിലും മൂല്യങ്ങളിലും സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെടാൻ അവരെ പ്രാപ്തരാക്കുന്ന അത്തരം വിദ്യാർത്ഥി കൂട്ടങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ഈ സംഗമങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ ആമുഖമായി സംസാരിച്ച, ആശംസകൾ അർപ്പിച്ച വിവിധ പ്രതിനിധികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേരളീയ പശ്ചാത്തലത്തിൽ ഉണ്ടായി വരുന്ന സമൂലമായ ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്കെല്ലാമുള്ള പരിഹാരങ്ങളായിട്ടാണ് വിസ്ഡം സ്റ്റുഡൻസ് നോക്കിക്കാണുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണ അങ്ങാടിയിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ്, കേരള വിദ്യാർത്ഥി സമ്മേളനം, അതിന് വലിയ ഉദാത്തമായ ഒരു മാതൃകയാണ് വിസ്ഡം സ്റ്റുഡൻസ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിന്റെ ഭാഗമായി ഇവിടെ ഈ ഒരു ഒറ്റപ്പാലം മണ്ഡലത്തിലെ ചെർപ്പളശ്ശേരിയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക് ആദ്യമായി അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഷാഫി പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥിത്വത്തെ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുമുള്ള വിദ്യാർത്ഥി തലമുറയിലുള്ള വ്യത്യസ്ത പ്രായത്തിലുള്ളവർക്കുള്ള അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിച്ചു വരുന്നുണ്ട്. നോക്കൂ, ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പസ് കോൺഫറൻസുകൾ മുതൽ ചെറിയ ഇളം തലമുറയിലെ ബാലവേദി പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ബാലസമ്മേളനങ്ങൾ വരെ ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു വരികയാണ്. ഈ സമ്മേളനങ്ങളിലും കോൺഫറൻസുകളിലും സംസാരങ്ങളിലും ഒന്നും ഇവിടെ നേരത്തെ പറയപ്പെട്ടതുപോലെ വിദ്യാർത്ഥികളിലെ പ്രശ്നങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാനും അതിനെ ഭയങ്കരമായി പ്രഘോഷിക്കുവാനും ആ പ്രശ്നങ്ങളിൽ നമ്മുടെ പരിതാപവും സങ്കടവും രേഖപ്പെടുത്തി പിരിഞ്ഞു പോകാനുമല്ല നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ ധർമ്മസമര സംഗമവും അത്തരത്തിൽ പരിഹാരങ്ങളിലേക്ക് എങ്ങനെ നമ്മളെ വഴി നടത്താം എന്നതാണ് ചർച്ച ചെയ്യുന്നത്. പ്രശ്നങ്ങൾ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ആരെയും ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മളും വാതോരാതെ പറയും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ. നമ്മുടെ വീട്ടിലെ, നമ്മുടെ കുട്ടികളിൽ നിന്ന് തുടങ്ങി അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാവുന്ന ചെറുതും വലുതുമായ മാറ്റങ്ങൾ നമുക്ക് വാതോരാതെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ സംസാരിച്ചത് കൊണ്ട് അതിനുള്ള പരിഹാരമായില്ല. തീർച്ചയായും ധർമ്മബോധമുള്ള ഒരു വിദ്യാർത്ഥി തലമുറയെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് സാധിക്കും. അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്ന വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ അടുത്ത ഒരു തലമുറയെ, നമുക്ക് താഴെ ഇനി വരാനുള്ള പുതിയ തലമുറ, ന്യൂജൻ എന്ന് പറയുന്ന ആ തലമുറയെ ധാർമ്മികതയിലേക്കും മതബോധത്തിലേക്കും പരലോക ചിന്തയിലേക്കും ഒക്കെ വഴി നടത്താൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കുട്ടികളിലെ പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് അതിന്റെ കാരണങ്ങളെ തേടി പോവുകയാണെങ്കിൽ രണ്ട് രൂപത്തിൽ അതിനെ തരംതിരിക്കാൻ കഴിയും. ആദ്യമായി, കുട്ടികളിൽ ഉണ്ടാവുന്ന പുതിയ കാല തിന്മകളും വേണ്ടാദീനങ്ങളും തോന്നിയവാസങ്ങളും ഒക്കെ അത് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആ തിന്മകളെ സ്വാഭാവികവൽക്കരിക്കൂ എന്നതുകൊണ്ട് തന്നെയാണ്. മറിച്ചു പണ്ടൊക്കെ ഇന്നുണ്ടായിരുന്ന അതേ തിന്മകൾ മറ്റു പല രൂപത്തിലും പണ്ടും ഉണ്ടായിരുന്നു. ഇവിടെ അസീസ് സാഹിബ് പറഞ്ഞു, പണ്ടൊക്കെ പിന്നെ ലഹരി വസ്തുക്കൾ, അതിന്റെ പേരൊക്കെ മറ്റു പലതുമായിരുന്നു. ഒരുപക്ഷെ കള്ള് മാത്രമായിരിക്കും അന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇന്ന് അതിന്റെ തോതും വൈവിധ്യമൊക്കെ മാറി മാറി വന്നേ ഉള്ളൂ. അപ്പൊ അതിനെ പുതിയ കാലത്ത് ഇന്നുണ്ടാവുന്ന ഒന്നാമത്തെ ഒരു പ്രശ്നം, അത്തരം തിന്മകളെ സ്വാഭാവികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന, നോർമലൈസ് ചെയ്യുന്ന, അതിപ്പോ എന്താ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ, എന്താ അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അതിനൊരു സാർവത്രിക
സാർവത്രികമാക്കുന്ന ഒരു സമ്പ്രദായം കാണാൻ കഴിയും. രണ്ടാമതായിക്കൊണ്ട് അതേ കുട്ടികൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും കാണാൻ കഴിയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ, അവർ കണ്ടു വളരുന്ന ഇൻസ്റ്റാഗ്രാം പേജുകളിലും റീലുകളിലും വീഡിയോകളിലും ഒക്കെ വളരെ സജീവമായി വരുന്ന ചില ആളുകൾ, ആധുനിക മനുഷ്യർ എന്നൊക്കെ അവകാശപ്പെടുന്ന ചില ആളുകളൊക്കെ, അവർ സോഷ്യൽ മീഡിയയിൽ ലൈവിലൊക്കെ വന്നുകൊണ്ട് പറയുകയാണ് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത് എനിക്കറിയാം. കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നോ? നമുക്ക് വളരെ ബേജാറോടിൽ മാത്രം നോക്കി കാണുന്ന ലഹരിയുടെ ഏറ്റവും മൂർത്തിമത് ഭാവം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന ആ കഞ്ചാവിനെ നിയമവിധേയമാക്കി ഇവിടെ എല്ലാവർക്കും വിളമ്പി കൊടുക്കണമെന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്കെതിരെ എല്ലാവരും ശബ്ദിക്കും, നമ്മൾ ചിന്തിക്കുന്നുണ്ടാവൂലേ? പക്ഷെ സംഭവിക്കുന്നത് മറിച്ചാണ്. ആ വ്യക്തി, ആ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോഴും ഒരു നിയമ സംവിധാനങ്ങൾക്കും പ്രയാസമില്ലാത്ത രൂപത്തിൽ സുന്ദരമായി ഇപ്പോഴും അത്തരം ആശയങ്ങൾ വിളമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ നമ്മുടെ മക്കൾ കണ്ടുവളരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാഴ്ചയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇന്ന് ആർക്കും എന്തും എങ്ങനെയും വിളിച്ചു പറയാം. എന്ത് തോന്നിയാസങ്ങളും ഒരു പുരോഗമനത്തിന്റെ മേൽമ്പൊടി ഇട്ടുകൊണ്ട്, സ്വാതന്ത്ര്യത്തിന്റെ മറ സ്വീകരിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ആ തിന്മകളെ ന്യായീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളെയും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ തിന്മകളെ സ്വാഭാവികവൽക്കരിക്കുന്ന, ന്യായീകരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ തിന്മകൾ ഇത്രത്തോളം നമുക്ക് ഒരിക്കലും പരിധി വിട്ടു എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലേക്ക് പോലും എത്താൻ കാരണമായിട്ടുള്ളത്. നാം ചിന്തിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ആമുഖമായി എനിക്ക് ഓർമ്മിക്കാനുള്ളത്, ഒന്നാമതായിക്കൊണ്ട് പുതിയ തലമുറ, ന്യൂ ജെൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു 95-ന് ശേഷം ജനിച്ച കുട്ടികളെ ആൽഫ ജനറേഷൻ എന്നാണ് പറയാ. 2013 വരെ, 2013 ശേഷം 25 വരെ ജനിച്ച കുട്ടികളെ ജെൻ സി എന്നാണ് പറയാ. ഈ ജെൻ സിയും ആൽഫ ജനറേഷനും ഒക്കെ ഇന്ന് തലമുറകൾ മാറി മാറി വരുമ്പോൾ ഈ തലമുറ ഭയങ്കരമായ പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കുട്ടികൾക്ക് വളരുന്ന പ്രായത്തിൽ അവർക്ക് നന്മ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ നന്മയിലേക്ക് മാത്രം അവർ വഴി നടത്താൻ ആ വിഷയത്തിൽ എന്തെങ്കിലും പിഴവുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ ഇരിക്കുന്ന രക്ഷിതാക്കളായ നാം എല്ലാവരും ഒന്ന് വിമർശനാത്മകമായിട്ട് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, തിന്മകൾ ഇന്നതൊക്കെയാണ്, ഹറാമുകൾ ഇന്ന കാര്യങ്ങളാണ്, അതിലേക്ക് അടുക്കുവാൻ പോലും നമ്മൾ പാടില്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മൂന്നാമതായിക്കൊണ്ട് ഈ പറഞ്ഞ നന്മയും ഈ പറഞ്ഞ തിന്മയും, നന്മകളിൽ നിങ്ങൾ മത്സരിക്കണം, തിന്മകളോട് അടുക്കുക പോലും ചെയ്യരുത്, അത് എന്തിനാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കും ഞാനും നിങ്ങളും ഉത്തരം കണ്ടെത്തിയാൽ ഈ സമ്മേളനത്തിന്റെ പ്രമേയം അത് വിജയിച്ചു. സഹോദരങ്ങളെ, നന്മയിൽ മുന്നോട്ട് പോവാൻ, അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിലെത്താൻ നിങ്ങൾക്ക് കഴിയണമെന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ തിന്മയോട് ഒരു നിലയ്ക്കും നിങ്ങൾ അടുക്കരുത്, അതിനോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കണമെന്ന് നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് ലക്ഷ്യം എന്താണെന്ന് അവർ ബോധ്യപ്പെടുത്തണം. എന്തിനു നന്മ ചെയ്യണം? അപ്പൊ ഇന്ന് പുതിയ കാലത്തെ കുട്ടികൾ പറയുന്നത് ഒരുപക്ഷെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ് അവരോട് ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ, വിസ്ഡം സ്റ്റുഡൻസിന് കീഴിൽ തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനൊരു 50ഓളം സ്കൂൾ ഞാൻ തന്നെ പോയിട്ടുണ്ട്. അത്തരം ക്ലാസ്സുകളിൽ കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. അതിപ്പോ ഈ ക്ലാസ് ഒറ്റപ്പെട്ട ചില കുട്ടികളുടെ കാര്യം പറയുന്നത്, എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഒരു കുട്ടി പറഞ്ഞത്, ഞാനിപ്പോ ഉപയോഗിച്ച സാർക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ സംസാരിച്ച് അത് കരൾ പോവും, ലിവർ പോവും, ലങ്സ് പോവും എന്നൊക്കെ പറയുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് എന്റെ കരൾ പോയ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടായി വരുമ്പോൾ യഥാർത്ഥത്തിൽ നന്മയും തിന്മയും എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവരെ പഠിപ്പിക്കൽ തന്നെയാണ് പരിഹാരം. ആ പരിഹാരത്തേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ആ ധാർമ്മികതയെ, നന്മകൾ അത് ഏറ്റവും നന്നായി ചെയ്യാനുള്ളതാണ്, അത് ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്നും തിന്മകളിലേക്ക് ഒരിക്കലും നമുക്ക് അതിലേക്ക് അടുക്കാൻ പോലും പാടില്ല എന്നുമുള്ള ആ ന്യായത്തിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അവരെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലഹരി എന്ന വിഷയത്തെ കുറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് ലഹരി ഇന്ന് സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നു, അതൊരു യാഥാർത്ഥ്യമാണ് അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന സദസ്സിൽ പോലും ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുകൊണ്ട് പറയാൻ കഴിയില്ല. പണ്ടൊക്കെ ലഹരി ഉപയോഗിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ 4 കാലിങ്ങനെ അഴഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലെ, മദ്യപാനിയായ, മുഴുകുടിയെന്നൊക്കെ കള്ളുകുടിയെന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാമ്പുകളും ഇഞ്ചക്ഷനുകളും പൊടികളും മയക്കുമരുന്നുകൾക്കും ആയി കുട്ടികൾക്ക് അവർ ചിന്തിക്കുന്നതിനപ്പുറമുള്ള രൂപത്തിൽ നമുക്ക് നേർ കണ്ണുകൊണ്ട് അവർ ലഹരി ഉപയോഗിച്ച ആളാണോ അല്ലയോ എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സാഹചര്യം വളരെ ഗുരുതരമാണ്. കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്താനുള്ള കാരണങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ കാരണങ്ങളിലേക്ക് നമ്മുടെ മക്കൾ, നമ്മളടങ്ങുന്ന ഒരു തലമുറ, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കുട്ടി പോലും പോകുന്നില്ല എന്നാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്,
കുട്ടികൾ എന്ന് ആലോചിച്ച് നോക്കൂ. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒരിക്കലും പൂർത്തിയാവുന്നില്ല. അത് പൂർത്തിയാവുന്നത് മാത്രമല്ല, അത് അതിന്റെ ഏറ്റവും ശൈശവമായ ദശയിലായിരിക്കും ഉണ്ടാവുക. ഒരു വ്യക്തിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ആ ബ്രെയിനിന്റെ വളർച്ച പൂർത്തിയാവണം എന്ന് പറയണമെങ്കിൽ ഒരു 21-22 വയസ്സാവണം. അതിൽ 12 വയസ്സിനും താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അതിന്റെ യാതൊരു ചിന്തയും, ഒരുപക്ഷെ അവർ ഈ ഫ്രണ്ടൽ ലോബും മറ്റുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാകുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യത്തെ ശരിയാണോ തെറ്റാണോ, നമ്മളിന്ന് ഇസ്ലാമികമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹറാമാണോ ഹലാലാണോ എന്ന് സ്വന്തമായി വ്യവച്ഛേദിച്ചറിയാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ സ്വാഭാവികമായും അത്തരം തിന്മകൾ അവരിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ അതിൽ പെട്ടുപോകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായിക്കൊണ്ട് ചെറിയ കുട്ടികളിൽ എത്തപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. കുട്ടികൾക്ക് ചെറിയൊരു ടെൻഷൻ വന്നാൽ, ഒരു സ്ട്രെസ് വന്നാൽ, ടീച്ചർ ഒന്ന് പേടിപ്പിച്ചാൽ, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ പോയി കുട്ടി ഒന്ന് ചീത്ത പറഞ്ഞാൽ ആ ചീത്ത പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ അതിൽ ഭയങ്കരമായി മനസ്സ് നോവും അവർക്ക്. ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആലോചിക്കാൻ മതി. അത്തരം ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ അതിനൊരു പരിഹാരമായി പലപ്പോഴും കുട്ടികളിലേക്ക് വരുന്നത് അവന്റെ കൂട്ടുകാരനായ ഒരു വ്യക്തി. ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞാൽ, ഇപ്പൊ അവധിക്കാലം കൂടിയാണ്, ഗ്രൗണ്ടിലേക്ക് പോയി ആ കുട്ടി അവിടെ കാണുന്നത് അവിടെ അവന്റെ കൂടെ കളിക്കുന്ന കുട്ടികളിൽ ഏറ്റവും സീനിയർ ആയ ഒരു കുട്ടി ഉണ്ടാവും, ഒരു ഇക്കാക്ക, ഒരു ഏട്ടൻ. ആ വ്യക്തി അവിടെ ഒരുപക്ഷെ ഭയങ്കര റോളായി ഹീറോ ആയിട്ടൊക്കെ നടക്കുന്ന വ്യക്തിയായിരിക്കും. അവൻ ഈ കുട്ടിക്ക് പരിഹാരമായി നീട്ടുന്നത്, എടാ ജസ്റ്റ് ഒരു പഫല്ലേ, ഒരു പഫ് കൊണ്ട് വലിച്ചു എന്ന് വെച്ചാൽ നീ ഭയങ്കര അഡിക്റ്റ് ആവണമെന്നില്ല, ഞങ്ങളൊക്കെ ഇത് വലിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ന്യായീകരണമായിരിക്കും. ഇത് കേൾക്കുന്ന ഒരു ചെറിയ കുട്ടി സ്വാഭാവികമായിട്ട് അവൻ എന്താ ചിന്തിക്കുക, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് എന്റെ ഒരു ഇക്കാക്ക പറയുന്നത്, ഒരു ഏട്ടൻ പറയുന്നത്. എന്നെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ജസ്റ്റ് ഇപ്പൊ എല്ലാവരും വലിക്കണമൊക്കെ അല്ലേ, ഞാനിപ്പോ ഒന്ന് വലിച്ചു നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അറിയാതെ സ്വാഭാവികമായും അത്തരം തിന്മകളിലേക്ക് എത്തപ്പെടുന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്ടാവും നമുക്കറിയാലോ. ഒരിക്കലും പിന്നീട് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ആ കുട്ടി എത്തപ്പെടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ചില കുട്ടികളൊക്കെ ഉണ്ട്, ക്ലാസ്സിൽ ഏറ്റവും ഒരുപാട് കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ ഒരു 25 പേരുണ്ടെങ്കിൽ അതിൽ 20 ആളും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ ബാക്കി 5 ആളുടെ കൂട്ടത്തിൽ പെടുന്ന കുട്ടികൾ അവർക്ക് പലപ്പോഴും ഭയങ്കരമായ അപകർഷതാബോധം ഉണ്ടാവും. ഞാൻ മാത്രമല്ല ഇതിൽ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അവരൊക്കെ ഭയങ്കര ഹീറോസ് ആണ്. ക്ലാസ്സിലെ ഭയങ്കരമായ റോൾ മോഡലായി കാണുന്ന കുട്ടികളാണ്. അപ്പൊ എനിക്കും അങ്ങനെ റോൾ മോഡൽ ആവണമെങ്കിൽ പിന്നെ ഒരു ഷർട്ടിന് ബട്ടൺ അയച്ച് ഏറ്റവും ബാക്കിൽ പോയിരുന്നാലൊന്നും റോൾ മോഡൽ ആവില്ല. ഇന്ന് എന്തെങ്കിലുമൊക്കെ വലിച്ചു എന്ന് അവരോട് പറയുന്ന, അതിന് തെളിവ് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഹീറോയിസം മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എത്താനുള്ള ശ്രമങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകും. അതുപോലെ തന്നെ പുതിയ കാലത്തെ സിനിമകളാവട്ടെ, വ്ളോഗുകളാവട്ടെ, ഇന്ന് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളായിട്ട് വരുന്ന ആളുകൾ, അവർക്ക് പല സിനിമകളിലും പറയും നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ഒരു ഫേമസ് ഡയലോഗാണ്. ലഹരി വസ്തുക്കൾ എന്നത് അത് വളരെ മോശമായ ഒരു കച്ചവടമാണ് എന്ന് ഒരു പ്രമുഖ നടൻ ഈ ഇടയ്ക്ക് പറഞ്ഞു. അതേ നടൻ തൊട്ടടുത്ത സിനിമയിൽ വരുന്നത് ഈ നാർക്കോട്ടിക്സിന്റെ ഒരു ആഗോള വ്യാപാരി ആയിക്കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ ഒരു വൈരുദ്ധ്യം. ഈ പറയുന്ന ആളുകൾ തന്നെ ലഹരിക്കെതിരെയുള്ള സർക്കാരിന്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ടും നമ്മുടെ മീഡിയകൾ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ എന്തും ഏതും ആർക്കും വിളിച്ചു പറയാം. അതിപ്പോ ലഹരി പ്രോത്സാഹിപ്പിക്കുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ, ഏതിനാണോ റീച്ച്, ആ റീച്ചിന്റെ പിന്നാലെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന സെലിബ്രിറ്റീസ് ആണ് ഈ നാട്ടിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പലപ്പോഴും റോൾ മോഡൽ ആക്കുന്നത് ആ വ്ളോഗർമാരെയും. അപ്പൊ ചില ഈ ഇടയ്ക്ക് ഒരു വ്ളോഗർ പറഞ്ഞിരുന്നു, അതിപ്പോ സാറേ ചീരയും ക്യാബേജ് ഒക്കെ പോലെ കഞ്ചാവും ഒരു ചെടിയല്ലേ, എന്താ ഈ ചെടി പിന്നെ ഉപയോഗിക്കുന്നത് കുഴപ്പം എന്ന് പറഞ്ഞവരെ ന്യായീകരിക്കുന്ന നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുന്നത് ചെറിയ കുട്ടികളെയാണ്. നമുക്ക് ബോധ്യമുണ്ട് അത് വെറും ഒരു ചെടിയല്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരത്തെ കള്ളു കുടിച്ചാൽ ലിവർ പോവും, പിന്നെ സിഗരറ്റ് വലിച്ചാൽ ലങ്സ് പോകും എന്ന് പറഞ്ഞ പോലെ കഞ്ചാവ് വലിച്ചപ്പോ എന്താ പോകുന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്കറിയാം. പക്ഷെ കുട്ടികൾ ചോദിക്കുന്നത് ആ ചോദ്യമാണ്, എന്താ പോവാ അല്ലെ? ഇന്നത്തെ പുതിയ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ കരളും ലങ്സും മാത്രമൊന്നല്ല, ശരീരത്തിലെ തല മുതൽ കാല് വരെയുള്ള ഓരോരോ അവയവങ്ങളും ഇഞ്ചിഞ്ചായി പോകുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ ഇടയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി വന്നിരുന്നു. ആ രോഗി അത്ര പ്രായമുള്ള വ്യക്തിയൊന്നല്ല, ചെറിയൊരു കുട്ടി, ഒരു 14 വയസ്സുകാരനായ ഒരു കുട്ടി. ആ കുട്ടി വന്നത് ആദ്യം ഒറ്റയ്ക്കായിരുന്നു, പിന്നീട് അവന്റെ ഉമ്മയും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സംഭവം ഇങ്ങനെയാണ്, അവന്റെ ഉമ്മയോട് ഒരു ദിവസം പറഞ്ഞു കൊടുത്തു, ഉമ്മ എന്റെ നാവിനടിയിൽ ചെറിയൊരു പുണ്ണ് വരുന്നുണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു, ആ പുണ്ണല്ലേ, അത് നീ നന്നായി എരിവൊക്കെ കഴിച്ചോ, അത് ശരിയായിക്കോളെന്ന് പറഞ്ഞു ഉമ്മ നിസ്സാരാക്കി. ഒരാഴ്ച കഴിഞ്ഞു, ആ പുണ്ണിന് യാതൊരു കുറവുമില്ല. അപ്പൊ ഉമ്മ പറഞ്ഞു നമുക്കൊന്ന് ഡോക്ടറെ പോയി കാണിച്ചു നോക്കാം. ഡോക്ടറെ പോയി കാണിച്ചു. ഡോക്ടർ ആദ്യം ചിന്തിച്ച് ചെറിയൊരു പുണ്ണല്ലേ, ഒരാഴ്ചക്ക് ഒരു ആന്റിബയോട്ടിക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഗുളിക കൊടുത്ത് ഡോക്ടർ വിട്ടു. അത് കഴിച്ച് പിന്നെ ആ കുട്ടി ഒരാഴ്ച കഴിഞ്ഞു, ഒരു കുറവുമില്ല എന്ന് മാത്രമല്ല അത് മറ്റു പല ഭാഗങ്ങളിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പിന്നീട് ഡോക്ടറെ വീണ്ടും കാണിക്കാൻ പോയി. ഡോക്ടർക്ക് മനസ്സിലായി സംഗതി പന്തിയല്ല, ഇത് വെറും ഒരു പുണ്ണല്ല എന്ന് മനസ്സിലായി. കുറച്ച് ടെസ്റ്റുകൾക്ക് ഇങ്ങനെ എഴുതി കൊടുത്തു. ശേഷം ഈ ടെസ്റ്റിന് റിപ്പോർട്ടുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റ് ചെയ്യാൻ പോയി തിരിച്ചു വരുന്നത് ആ ഡോക്ടർ പറഞ്ഞു ഉമ്മയും മോനും കൂടി കയറണ്ട, ഉമ്മ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ടുമായിട്ട് ഉമ്മ വന്നു, മോൻ പുറത്തിരുന്നു. ആ ഉമ്മയുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു മോന് ക്യാൻസർ ആണ്.
ഇത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല. ഒരുപക്ഷെ ഇന്നലെ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് അവൻ ഉപയോഗിച്ച ഒരു സാധനമാണെങ്കിൽ ഈ സ്റ്റേജിലേക്ക് അവൻ എത്തില്ലായിരുന്നു. ഇന്ന് അവന്റെ ആയുസ് നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. 5 മാസമാണ് അവന്റെ ആയുസ്, അതിനപ്പുറവും പോവില്ല. കാരണം ഇത് അവന്റെ നാവിനെ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്, ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ബാധിച്ചതിന് ലിസ്റ്റ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടിട്ട് ആ ഉപ്പ മരിച്ച ഉമ്മയ്ക്ക്, തന്റെ ഭർത്താവില്ലാതെ ആ മകനെ നോക്കി വളർത്തിയ ആ ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെ തലകറങ്ങി വീഴാണ് ഉമ്മ. ആ ഉമ്മ വീണ വീഴ്ചയുടെ ആഘാതം കേട്ട് പുറത്തിരുന്ന മകൻ വന്ന് ഉമ്മയെ എടുത്തു നോക്കി. ഡോക്ടറോട് മോൻ ചോദിക്കുകയാണ്, എന്താ ഡോക്ടറെ പ്രശ്നം? അപ്പൊ ഡോക്ടർ യാഥാർത്ഥ്യം പറഞ്ഞപ്പോ തല താഴ്ത്തിയത് കേൾക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ. സങ്കടത്തോടെ പുറത്തിറങ്ങി. ആ മോൻ ഇന്ന് ഇല്ല സഹോദരങ്ങളെ. നാളിച്ചു നോക്കൂ, ആ കുട്ടിയുടെ ജീവൻ എടുത്ത്, വെറും 14 വയസ്സുകാരന്റെ ജീവൻ എടുത്തത് അവൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും മാരകമായ സിന്തറ്റിക് ലഹരിയായിരുന്നു. അവൻ പോലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഉമ്മ ചിന്തിച്ചിട്ടുണ്ടോ? ആ ഉമ്മ അറിഞ്ഞിട്ടുണ്ടോ അവൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് ഉപയോഗിച്ചു വരും എന്നുള്ള കാര്യം? അത് അറിയാൻ പോലും കഴിയുന്നില്ല. ആ രൂപത്തിലേക്ക് നമ്മുടെയൊക്കെ സാഹചര്യം മാറിക്കഴിഞ്ഞു. നമ്മുടെ കുട്ടികളെ ജ്യൂസിലും മറ്റുമൊക്കെ വഞ്ചനയിലൂടെ അകപ്പെടുത്തിക്കൊണ്ടും ഈ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട്. ഞാൻ ലഹരി എന്നുള്ള വിഷയം മാത്രം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാം നമുക്ക് ആസ്വാദനമായി കിട്ടുന്നുവോ അതിലെല്ലാം ഞങ്ങൾ ഉണ്ടാവുമെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു തലമുറ വളർന്നു വരികയാണ്. അവിടെ യഥാർത്ഥത്തിൽ അവർക്ക് ധാർമ്മികതയെ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞ ലഹരി എന്നത് വിഷയം ഒരുപക്ഷെ ഇന്ന് നമ്മൾ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ നന്നായി അറിയാം. പക്ഷെ ലഹരി മാത്രമല്ല പ്രശ്നം. പുതിയ തലമുറ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ ലഹരിയെ മാത്രമേ നമുക്ക് ഒതുക്കാൻ കഴിയില്ല. സ്കൂളുകളിലുള്ള ആഘോഷം, ആനുവൽ ഡേകൾ, സ്കൂൾ ഡേകൾ, കോളേജ് ഡേകൾ, എന്തെല്ലാം സെലിബ്രേഷൻസ് ആണ് വന്നുകൊടുക്കുന്നത്. ഇനി ഓണം, വിഷു, പെരുന്നാൾ, എന്ത് വിഷയമാവട്ടെ, ആഘോഷിക്കാനുള്ള ഒരു അവസരമുണ്ടോ അവിടെ ഞങ്ങളുണ്ട്. കുട്ടികൾ പറഞ്ഞ ന്യായങ്ങൾ എന്തൊക്കെയാ? അതിരുകളും അരുതുകളും ഇല്ലാത്ത സ്വതന്ത്രമായ ഒരു ലോകമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഞങ്ങളോട് ആരും ഒരു നോ എന്ന് പറയരുത്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഞങ്ങളോട് ആരും പറയരുത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് വേണ്ടത് ആസ്വാദനമാണ്. ഇവിടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കണം. കുട്ടികളുടെ ടീഷർട്ടിൽ എഴുതിയത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ചില കുട്ടികളുടെ ടീഷർട്ടിൽ YOLO എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്താ അതിന്റെ അർത്ഥം? യോലോ. കുട്ടികൾ ഇങ്ങനെ ഭയങ്കര അഭിമാനത്തോടെ കൊണ്ടുവരുന്ന സാധനമാണ് അതൊക്കെ. യു ഓൺലി ലിവ് വൺസ്. നീ ഈ ഭൂമിയിൽ ഒരു തവണയെ ജീവിക്കുന്നുള്ളൂ, അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം എന്ന് പറയുന്ന ചില കുട്ടികൾ, അതിനുവേണ്ടി വാദിക്കുന്ന ആളുകൾ. ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ആസ്വദിക്കണം, അതുകൊണ്ട് അർമാദിച്ച് തീർക്കണം. എന്തായാലും മരിക്കും. ഒരു 70-80 വയസ്സൊക്കെ ആവുമ്പോൾ എന്തായാലും മരിക്കും, സ്വാഭാവികം മരണം. ആ മരണത്തിന് മുമ്പ് അങ്ങോട്ട് അടിച്ചു പൊളിച്ച് മരിക്കുക, എന്താ പ്രശ്നം എന്ന് ചിന്തിക്കുന്ന കുട്ടികളുടെ അവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ മക്കൾ, ഞാനിത് പറയുന്നത് വീണ്ടും ആലോചിക്കണം. ഇത് കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആരും ചിന്തിക്കേണ്ട എന്റെ മോനോ എന്റെ മോളോ, ഞാനിപ്പോ 10 വരെ മദ്രസയിൽ പഠിപ്പിച്ച എല്ലാ, പിന്നെ ചെറുപ്പം മുതലേ സ്കൂൾ ഓഫ് ഖുർആനും പിന്നെ അൽ ഫിത്രയും ഒക്കെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്ന, ഖുർആനുമായിട്ട് നല്ല ബന്ധമുള്ള, എല്ലാ വക്തിനും പള്ളിയിൽ പോകുന്ന എന്റെ കുട്ടിയോ എന്നൊരാൾ ചിന്തിക്കേണ്ട. ഞാൻ പറയുന്നത് നമ്മളെ കുട്ടികളൊക്കെ മോശമാണ് എന്ന കാഴ്ചപ്പാടിലല്ല, മറിച്ച് നമ്മുടെ കുട്ടികളുടെ സാഹചര്യം അങ്ങനെയാണ് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. അതൊരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സ്കൂൾ ആവട്ടെ, കോളേജ് ആവട്ടെ, ഈ അവധിക്കാലമാവട്ടെ, 2 മാസ വെക്കേഷൻ ആവട്ടെ, എല്ലാം അങ്ങനെ തന്നെയാണ് അവരുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് നന്മയെന്ത് തിന്മയെന്ത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. കേവലം പിന്നെ മദ്രസ പഠനം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ശരി തെറ്റെന്ന് പറഞ്ഞുകൊണ്ടോ നമുക്ക് തീരുന്നില്ല. ധാർമ്മികതയെ ഏറ്റവും നന്നായി പ്രായോഗികമായി അവരുടെ മനസ്സുകളോട് സംവദിക്കുന്ന രൂപത്തിൽ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. സഹോദരങ്ങളെ, കുട്ടികളെല്ലാം ഇന്ന് ഈ പറഞ്ഞതുപോലെ ലഹരിയാവട്ടെ, ലൈംഗികമായ ആഭാസങ്ങളാവട്ടെ, ലിബറൽ ചിന്താഗതികളാവട്ടെ, എന്തുമേതും ആസ്വദിക്കണമെന്നുള്ള ആ ഒരു ആശയധാരയാവട്ടെ, അല്ലെങ്കിൽ അതിനുമപ്പുറം ഈ റാഗിങ് പോലത്തെ വിഷയങ്ങളാവട്ടെ, പിന്നെ അക്രമവാസനയാവട്ടെ, കുട്ടി കൊലപാതകങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും എന്ത് തന്നെയാവട്ടെ, ഇത്തരം വിഷയങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും ഈ തിന്മകൾ ഇവിടെ നിൽക്കുന്ന ഒന്നല്ല. ഇന്ന് 2025 ഏപ്രിൽ മാസമാണെങ്കിൽ ഒരുപക്ഷെ 2026 ആകുമ്പോഴേക്കും 27, 28 ഒക്കെ ആകുമ്പോഴേക്കും ഈ തിന്മകൾ ഇതിനേക്കാൾ സാർവത്രികമാകും. അതൊരു യാഥാർത്ഥ്യമാണ്. ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെ, നിങ്ങൾ ആലോചിക്കില്ലേ, കേട്ടിട്ടില്ലേ, അന്ത്യനാൾ അടുക്കും തോറും ഒരു വ്യക്തിക്ക് ഈമാനോടെ ജീവിക്കുക എന്നത് അത് കയ്യിൽ കനൽക്കട്ട പിടിക്കുന്നത് പോലെ ആയിരിക്കുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം. സമൂഹം മുന്നോട്ട് പോകും തോറും, കാലം ഇനിയും മാറി 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 വരുമ്പോഴും ഈ തിന്മകൾ അത് ഇനിയും വർദ്ധിക്കുകയേയുള്ളൂ. അവിടെയൊക്കെ നമ്മുടെ മക്കളെ പിടിച്ചു നിർത്തണമെങ്കിൽ, പുതിയ തലമുറയെ നമുക്ക് അനുകൂലമാകുന്ന ധാർമ്മികമായ പരിസരത്തിൽ വളർത്തണമെങ്കിൽ ഈ ധാർമ്മികതയെ അവരെ കൊണ്ട് ഏറ്റെടുപ്പിക്കണം. വിസ്ഡം സ്റ്റുഡൻസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയവും അത് തന്നെയാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ധർമ്മബോധത്തിൽ വളർത്തുക എന്നതും ആ ധർമ്മബോധത്തിന് ഏറ്റവും പ്രായോഗികമായ വഴികൾ ഉണ്ടാക്കുക എന്നതും. ഈദ് കിസ്വ നമ്മൾ നടത്തുന്ന വലിയ സംരംഭമാണ് ഈദ് കിസ്വ. പാവപ്പെട്ട കുട്ടികൾക്ക് പെരുന്നാൾ ദിനത്തിൽ പോലും പുതിയ വസ്ത്രം കിട്ടാത്ത കുട്ടികൾക്ക് അവർക്ക് നല്ലൊരു വസ്ത്രം എടുത്തു കൊടുക്കുന്ന ഒരു സംരംഭം. അത് കേവലം ഡ്രസ്സ് എടുത്തുകൊണ്ടേ കൊടുക്കുകയല്ല, അവർക്കൊരു കൂപ്പൺ കൊടുക്കും. ആ
കൂപ്പൺ കൊടുത്ത് ആ കൂപ്പണിന് ആവശ്യമായ ഡ്രസ്സ് അവർക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അവരുടെ അഭിമാനത്തിന് യാതൊരു പോറലും ഏൽക്കാത്ത ഒരു സംരംഭം. ആ സംരംഭത്തിന് ഞാൻ പറഞ്ഞു വെച്ചാൽ ആ സംരംഭത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെയൊക്കെ മക്കളാവണം. ഇവിടെ വിസ്ഡം സ്റ്റുഡൻസിന്റെ ഒറ്റപ്പാലം മണ്ഡലത്തിലെ വ്യത്യസ്തങ്ങളായ പ്രവർത്തകർ, ഓരോ യൂണിറ്റുകളിലെയും പ്രവർത്തകർ നമ്മുടെയൊക്കെ ശാഖകളിലെ യൂണിറ്റുകളിലെ വിദ്യാർത്ഥികളെ തേടി പിടിച്ച് പാവപ്പെട്ട ഇന്നൊരു കുട്ടി ഇന്നൊരു പ്രദേശത്തുണ്ട്, അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് ഈ കൂപ്പൺ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കളുണ്ടോ എന്നിടത്താണ് ചോദ്യം നിൽക്കുന്നത്. നമ്മുടെ മക്കളെ അത്തരം ധർമ്മബോധത്തിലുള്ള അതിനുള്ള എന്തെല്ലാം അവസരങ്ങൾ ഇവിടെ ഉണ്ടോ അവിടെ അവർ മുമ്പിൽ ഉണ്ടാവണം. കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങളാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് രാവിലെ പോലും പല മണ്ഡലങ്ങളിലും പല ശാഖകളിലും കുട്ടികൾ രജിസ്ട്രേഷൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാണ് ഈ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് ബാക്കിയുള്ള കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നത്? ആ കുട്ടികൾ കൂടി ഈ ധർമ്മ സമരത്തിന്റെ ഭാഗമാവണം എന്നുള്ള ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ആ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. ആ ഇറങ്ങുന്ന പ്രവർത്തകരിൽ നമ്മുടെ മക്കളുണ്ടോ എന്ന് ഈ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കുട്ടികളെ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ശ്രദ്ധ നമുക്ക് ഇല്ല എങ്കിൽ നമ്മുടെ മക്കളെ ഈ ധാർമ്മികതയും സദാചാരവും ഒക്കെ പറയുന്ന കൂട്ടത്തിലും കൂട്ടായ്മയിലും ഉൾപ്പെടുത്താനുള്ള ജാഗ്രത നമുക്കില്ല എങ്കിൽ അവരെ കാത്തിരിക്കുന്നത് മറ്റു പലതുമാണ്. പല ഇസങ്ങളും പല ആശയധാരകളും ഒക്കെ അവരെ മാടി മാടി വിളിക്കുന്ന സാഹചര്യം ഉണ്ട്. നോക്കൂ, പുതിയ കാലത്ത് വിദ്യാർത്ഥികളോട് പറയുന്ന പല ഇസങ്ങളും ഉണ്ട്. അതായത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ലേ വേണ്ടത്, നിങ്ങൾക്ക് അടിച്ചു പൊളിക്കുകയല്ലേ വേണ്ടത്, അങ്ങോട്ട് അർമാദിക്കല്ലേ വേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ധർമ്മസമര സംഘമൊക്കെ നടത്തുമ്പോൾ ഇതേപോലെ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവരെ അതിലേക്ക് മാടി വിളിക്കുന്ന കുറെ ആശയധാരകൾ ഇവിടെ തന്നെയുണ്ട്. ഒന്നൊരു ഉദാഹരണം മാത്രം പറയാം. ഫെമിനിസം നമുക്ക് കേട്ടിട്ടുണ്ടാവൂലേ? സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ രൂപത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന, അതൊരു ആഘോഷമായി നടക്കുന്ന, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഞങ്ങൾ തന്നെ മുന്നിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളെ കാണാൻ കഴിയും. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ. അവർ ചെയ്യുന്നത് എന്താ? പുതിയ കാലത്തെ പെൺകുട്ടികൾക്കൊന്നും ചെറിയ മക്കൾക്കൊന്നും സ്വാതന്ത്ര്യമില്ല. അവരൊക്കെ തളച്ചിടപ്പെട്ടവരാണ്. പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടപ്പെട്ട മുസ്ലിം സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ പറഞ്ഞ് അവരെ ആ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ശേഷം എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണോ വേണ്ടത്? നിങ്ങൾക്ക് അടിച്ചു പൊളിക്കലാണോ വേണ്ടത്? നിങ്ങൾക്ക് നിയമപരിധി ഒന്നുമില്ലാതെ അങ്ങോട്ട് ആസ്വദിക്കലാണോ വേണ്ടത്? എങ്കിൽ ഞങ്ങളോടൊപ്പം വരൂ, ഞങ്ങൾ പറയുന്ന ആശയത്തിലേക്ക് വരൂ. ഇവിടെ നിങ്ങൾക്ക് എന്തും ചെയ്യാം, എന്തും ആസ്വദിക്കാം, യാതൊരു നിയമവുമില്ല. നിങ്ങളോട് ആരും അരുതുകളെന്നോ അതിരുകളെന്നോ ഒന്നും പറയില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആശയത്തിലേക്ക് വരാൻ വേണ്ടി വിളിക്കുന്ന ഫെമിനിസ്റ്റുകളായ ആളുകൾ. ആ ഫെമിനിസ്റ്റുകൾ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ്? കാണിച്ചു നോക്കൂ. കേൾക്കുമ്പോൾ ഭയങ്കര രസമൊക്കെയാണ് അല്ലെ? മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ പർദ്ദ ഇട്ട് നിൽക്കാൻ നിങ്ങൾക്ക് ഭയങ്കരമായ ചൂടല്ലേ, ഇന്നത്തെ കാലത്തെ കാര്യം പർദ്ദ ഇടുവോ, വിറ്റാമിൻ ഡി കുറയില്ലേ? പല ന്യായങ്ങളാണ്. പർദ്ദ ഇട്ടു എന്ന് വെച്ചാൽ വിറ്റാമിൻ ഡി കൊണ്ട് കുറയാ, മൊത്തത്തിൽ ആളിങ്ങനെ പിന്നെ ഇല്ലാതായി പോവാന്നാണ് അവരുടെ ഒരു വാദപ്രകാരം നടക്കുന്നത്. എന്നാൽ ആ പർദ്ദയിട്ട സ്ത്രീക്ക് ഉണ്ടാകുന്ന സുരക്ഷിതത്വവും സംരക്ഷണവും അവർക്കുണ്ടാകുന്ന ഒരു സേഫ്റ്റിയും യഥാർത്ഥത്തിൽ ഇവർ ചർച്ച ചെയ്യുന്നില്ല. മറിച്ച് തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് കോസ്മെറ്റിക്സ് ഒക്കെ ഇട്ട് നിങ്ങൾ ഒരു സ്ത്രീ ഒരു വിൽപ്പന ചരക്കാക്കി, ഒരു ചരക്ക് വസ്തുവായിക്കൊണ്ട് നിങ്ങൾ ഞങ്ങളിലേക്ക് വരൂ എന്ന് പറയുന്ന ആളുകൾ ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥ. കഴിഞ്ഞ 1-2 മാസം മുമ്പ് നമ്മളൊരു റിപ്പോർട്ട് വായിച്ചു. സിനിമാ മേഖലയിൽ നടന്നു വരുന്ന ഏറ്റവും വലിയ ക്രൂരത അല്ലെ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. താരങ്ങൾക്ക് യാതൊരു മൂല്യവുമില്ല എന്നായിരുന്നു അതിന്റെ തലവാചകം തന്നെ. ഹേമ കമ്മീഷൻ സിനിമാ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പീഡനങ്ങൾ, ലൈംഗികമായ അതിക്രമങ്ങളുടെ ലിസ്റ്റ് നമ്മൾ വായിച്ചു. ഒരുപാട് സിനിമാ നടിമാരൊക്കെ ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളായ ആളുകൾ അവർ മുന്നോട്ടെന്ന് പറയാ, ഇവർ മാത്രമല്ല ഞങ്ങളുമുണ്ട്, ഇവർ മാത്രമല്ല ഞങ്ങളുമുണ്ട്, മീ ടു മീ ടു മീ ടു എന്ന് പറഞ്ഞ ക്യാമ്പയിനിൽ അവരും മുന്നോട്ട് വന്നത് ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആളുകളായിരുന്നു. ആലോചിക്കുങ്ങള്, ഇത്തരത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങളുടെ കൂടെ വന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ട വാർത്ത വീണ്ടും സമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടേ എന്ന് പറഞ്ഞ് കരയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? ഇസ്ലാം അല്ലാത്ത മറ്റെന്ത് ആശയധാരയിലേക്ക് നിങ്ങൾ അവരെ ക്ഷണിച്ചാലും അതിനെല്ലാം പരിമിതികളുണ്ട്. കാരണം മനുഷ്യ ചിന്തയിൽ ഉണ്ടായി വരുന്ന എന്ത് ആശയധാരയാവട്ടെ, ഇത് ചിന്തിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യന് കാഴ്ചയ്ക്ക് പരിമിതി ഉള്ളതുപോലെ, കേൾവിക്ക് പരിമിതി ഉള്ളതുപോലെ അവന്റെ യുക്തിക്കും ചിന്തയ്ക്കും ബുദ്ധിക്കുമെല്ലാം പരിമിതികളും പരിധികളും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ആ പരിധിയുള്ള ചിന്ത കൊണ്ട്, യുക്തി കൊണ്ട് മനുഷ്യനുണ്ടാക്കുന്ന എന്ത് ഇസങ്ങളാവട്ടെ, എന്ത് ആശയധാരകളാവട്ടെ, അതെല്ലാം ഈ രൂപത്തിൽ കൂപ്പുകുത്തുക തന്നെ ചെയ്യും. മറിച്ച് അവിടെ പ്രോജ്വലമായി നിൽക്കുക അത് ഇസ്ലാം മാത്രമായിരിക്കുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഫെമിനിസം ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ സയന്റിസത്തിന്റെ ആളുകളെ കാണാൻ കഴിയും. ശാസ്ത്രമാണ് ഏറ്റവും വലുത്. ശാസ്ത്രത്തിന് ഈ ഭൂമിയിൽ നിർവചിക്കാൻ കഴിയാത്ത ഒന്നുമില്ല. ശാസ്ത്രം മാത്രമാണ് ഇവിടെ. ശാസ്ത്രീയമായി എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ എങ്കിൽ മാത്രമേ ഞാൻ അത് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആളുകൾ. ശാസ്ത്രം മാത്രമാണോ ശരി? ശാസ്ത്രത്തിന് യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കൂ,
E=mc² എന്ന ഒരു പിന്നെ ഇക്വേഷൻ ഉണ്ട്. E=mc². നമ്മളൊക്കെ കേട്ട് പഠിച്ച സാധനമാണ് അല്ലെ, ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ച ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ കൊണ്ട് ഉണ്ടായ ഒരു ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങളുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഈ ഇക്വേഷൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അതേ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ഈ ബൾബും ലൈറ്റും തുടങ്ങി ലൈറ്റിന്റെ സ്പീഡും മറ്റും ഒക്കെ ചർച്ച ചെയ്ത അതേ ഇക്വേഷൻ കൊണ്ട് സമൂഹത്തിന്റെ അധോഗതിയിലേക്കും എത്തിക്കാൻ അതേ ഇക്വേഷൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ, 1945 ഓഗസ്റ്റ് 6-നും 9-നും നടന്ന ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ഉള്ള ലക്ഷക്കണക്കിന് ആളുകൾ, ചെറിയ കുട്ടികൾ പോലും വെന്ത് മരിച്ച ആ ബോംബ് സ്ഫോടനത്തെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ബോംബ് സ്ഫോടനം ഉണ്ടാവാനുള്ള കാരണമായത് ഇതേ ഇക്വേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, ശാസ്ത്രം കണ്ടുപിടിച്ച അതേ ഇക്വേഷൻ നമ്മുടെ പുരോഗതിക്ക് വലിയ നിമിത്തമായി തീർന്നതും അതേ ഇക്വേഷൻ തന്നെ നമ്മുടെ അധോഗതിക്ക് ഏറ്റവും വലിയ നിമിത്തമായി തീർന്നതും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ശാസ്ത്രത്തിന് ധാർമ്മികത നിർവചിക്കാൻ സാധിക്കുകയില്ല. അതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതിനർത്ഥം ശാസ്ത്രം ഭയങ്കര മോശമാണെന്നല്ല, നമ്മളെല്ലാവരും ആ ശാസ്ത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ആ ശാസ്ത്രം കൊണ്ട് നന്മ എന്ത് തിന്മ എന്ത് എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ശാസ്ത്രത്തിന്റെ വിഷയമേ അല്ല. ഈ ധാരണ നമുക്ക് ഉണ്ടാവണം. മറിച്ച് ഇന്ന് എന്താ ചെയ്യുന്നത്? ശാസ്ത്രീയമായ എന്തെങ്കിലും ഉണ്ടോ, ഞങ്ങൾ അവിടെ ഉണ്ട്, അല്ലാത്തതൊന്നും ഞങ്ങളില്ല, ഞങ്ങൾ ശാസ്ത്രമാത്രവാദികളാണ്, സയന്റിസ്റ്റുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നടക്കുന്ന ആളുകൾ ഈ ഇസങ്ങൾ പോയി നൈഹിലിസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ നൈഹിലിസം? ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതിനൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് പറയുന്ന, എല്ലാം നിരാകരിക്കുന്ന സിദ്ധാന്തം നൈഹിലിസം. ഇവിടെ നമുക്ക് എന്തൊക്കെ ചിന്തകളുണ്ട്, എന്തൊക്കെ ആശയധാരകളുണ്ട്? ഇസ്ലാം ഉണ്ട്, ധർമ്മബോധമുണ്ട്, സദാചാരമുണ്ട്. ഇതൊന്നും ഒരർത്ഥവുമില്ല. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി ജീവിച്ചാൽ മതി, അതങ്ങോട്ട് ആസ്വദിച്ചാൽ മതി. ആ ആസ്വാദനത്തിന് വിഘാതം വരുന്നത് എന്താണോ അതങ്ങോട്ട് മാറ്റി നിർത്താം. നിങ്ങൾക്ക് പലതും അതിരുകളുണ്ട്, അരുതുകളുണ്ട്. സഹോദരന്മാരെ, നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ തന്നെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഇടയിൽ ഒരു മറ വെച്ചിട്ടുണ്ട്. ഈ മറ എന്തിനാണ്? ഇസ്ലാം മുന്നോട്ട് വെച്ച ഈ ഒരു ആശയം എന്തിനാണ് ഈ മറ? ഇത് കൃത്യമായി നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ രക്ഷിതാവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പുരുഷന് സ്ത്രീയോട് ഒരു ആഭിമുഖ്യം ഉണ്ടാവാം, സ്ത്രീക്ക് അതുപോലെ പുരുഷനോടും ഒരു ആഭിമുഖ്യം ഉണ്ടാവാം. അത് അവരുടെ പിന്നെ അത് നാച്ചുറലായി ഉണ്ടാവുന്ന ഒന്നാണ്, സ്വാഭാവികമാണ്. ആ ആസ്വാദനത്തെ നിയന്ത്രിക്കാൻ നമ്മൾ ചില മാർഗങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഈ ഒരു മറയിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ ചാറ്റിങ്ങുകളിൽ അടക്കം അത്തരം വിഷയങ്ങൾ സൂക്ഷ്മത നമ്മൾ പാലിക്കണം. ഒരു അന്യ സ്ത്രീയുമായി ഒരു അന്യ പുരുഷനെ ഇടപെടാൻ പാടില്ല. പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്യാമ്പസിലും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ കൂടെയുള്ള വിദ്യാർത്ഥിനികൾ, പുരുഷന്മാർ, ആൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുമായി ഒരു നിലയ്ക്കുമുള്ള അവിഹിതമായ ബന്ധം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എന്താണ് ഈ അവിഹിതം? പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നമുക്കറിയാം നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥിനികൾ എന്നത് അവർ നമുക്ക് അന്യ സ്ത്രീകളാണ്. പെൺകുട്ടികളെ നമുക്കറിയാം, നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ നമുക്ക് അന്യരാണ്. നമുക്ക് വിവാഹബന്ധം ഈ നിലയ്ക്ക് നിഷിദ്ധമായ ആളുകളാണ് അവർക്ക്. അവരുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ സൂക്ഷ്മത നമ്മൾ പാലിക്കണമെന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. എവിടെയാണ് സൂക്ഷ്മത? അവരുമായിട്ടുള്ള ഇടപെടൽ, അവരുമായിട്ടുള്ള നോട്ടത്തിന്റെ വിഷയത്തിൽ, അവരുമായുള്ള കാഴ്ചയുടെ വിഷയത്തിൽ, അവരുമായുള്ള സംസാരത്തിന്റെ പിന്നെ അത് സംസാരത്തിൽ സൂക്ഷ്മേണ്ട ജാഗ്രത വിഷയത്തിൽ പോലും ഇസ്ലാമിന് വലിയ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ഈ നിർദ്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുതിയ കാലത്തെ ഇസങ്ങളും പിന്നെ ആദർശങ്ങളും ഒക്കെ പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ഇസങ്ങളൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഓരോരോ ആശയങ്ങളും ഒരു അന്യ സ്ത്രീയെ നിങ്ങൾക്ക് കാണാം, പക്ഷെ നോക്കരുത്. സ്വാഭാവികമായിട്ട് അവരെ കാണുന്ന ആ ഒരു കാണലുണ്ടല്ലോ, അതൊക്കെ. അതിനപ്പുറം അവൾ നോക്കുന്നത് നിങ്ങൾക്ക് ഹറാമാണ് എന്ന് പുരുഷന്മാരോട് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു ആശയം ആലോചിച്ചു, എന്തൊരു സൗന്ദര്യമാണ് ആ ആശയത്തിനുള്ളത്. അങ്ങനെയുള്ള രണ്ടാമത്തെ നിങ്ങളുടെ നോട്ടം എന്നത് അത് നിങ്ങൾക്ക് ഹറാമാക്കിയത്, ആ ഹറാം ഭേദിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും നിങ്ങൾ എത്താനുള്ള അടിസ്ഥാന കാരണമാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചതുകൊണ്ടാണ്. ഈ ആശയം ഇന്നും വളരെ മനോഹരമായി പ്രോജ്വലമായി നിലനിൽക്കുന്നത് ഞാനും നിങ്ങൾ ഉണ്ടാക്കിയ ആശയങ്ങൾ അല്ലാത്തത് കൊണ്ടാണ്. ഈ ഫെമിനിസവും യൂട്ടിലിറ്റേറിയനിസവും സയന്റിസവും നൈഹിലിസവും ഒക്കെ ഇന്നും അവർ പറഞ്ഞ് ഭയങ്കര സംഭവമായി കാണുന്നുണ്ടല്ലോ. അതിന്റെ പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും അവർ തന്നെ അനുഭവിക്കുന്നുണ്ടല്ലോ. അത് അനുഭവിക്കാനുള്ള കാരണം അത് അവർ ഉണ്ടാക്കിയതാണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ധർമ്മം എന്താണ്, സത്യം എന്താണ്, അസത്യം എന്താണ്, നന്മ എന്താണ്, തിന്മ എന്താണ്, ഹറാം എന്താണ്, ഹലാൽ എന്താണ് എന്ന് തീരുമാനിക്കാൻ നമ്മൾ മാത്രം ചിന്തിച്ചാൽ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ. അതിന് നമുക്ക് തീരുമാനിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച ഈ ഭൂമിയെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു നമ്മോട് പറഞ്ഞ ഒരു മാനുവൽ ഉണ്ട്. ആ മാനുവൽ അനുസരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയൂ. ആ മാനുവലിന് മാത്രമാണ് ആത്യന്തികമായ വിജയവും സന്തോഷവും എന്താണെന്ന് പറയാൻ കഴിയുക. ഒരുപക്ഷെ ലഹരി വസ്തു ഉപയോഗിച്ചു കഴിഞ്ഞാൽ നൈമിഷികമായ ചില ആസ്വാദനങ്ങൾ നമുക്ക് കിട്ടിയേക്കാം. കുട്ടികളോട് ചോദിക്കുമ്പോൾ ലഹരിയുടെ ഏറ്റവും വലിയ ആസ്വാദനം എന്താ ചോദിക്കും, കുട്ടികൾ പറയുന്നത്, സാർ അതിന് കുറച്ചൊരു ഉന്മാദം കിട്ടും, കുറച്ചൊരു പ്ലഷർ കിട്ടും, അത് മാത്രമാണ് അതിന്റെ ഒരു മെയിൻ സംഭവം എന്ന് കുട്ടികൾ പറയാറുണ്ട്. പക്ഷെ ആ പ്ലഷർ വെറും നൈമിഷികമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അത് ഹറാമായ പ്ലഷർ ആണോ, അത് നിനക്ക് ഈ ഭൂമിയിലും ആഖിറത്തിലും
നിനക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ എന്നും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നന്മയിലേക്ക് അവർ വഴി നടത്താൻ, തിന്മ അതിലൂടെ അടുക്കുക പോലും ചെയ്യരുതെന്ന് പറയാൻ, ഇത് രണ്ടും ചെയ്യുന്നത് എന്തിനെന്ന് പറഞ്ഞു കൊടുക്കാൻ. നിങ്ങൾ ചോക്കൂ, ഇസ്ലാമിന്റെ കൽപ്പന തന്നെ വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുത്. അത് ചെയ്യരുതെന്ന് മാത്രമല്ല, അതിന്റെ സാഹചര്യത്തെ തന്നെ ഇല്ലാതാക്കണം എന്നാണ്. എന്നാൽ ഇതേ സംഗതി തന്നെ നന്മയെ പറ്റി പറയുമ്പോൾ എന്താ പറയുന്നത്? ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിലെല്ലാം നിങ്ങൾ നന്മയിൽ അധികരിക്കുക, അഭിരമിക്കുക. വസാരിഉ വഫിറു ഇലല്ലാഹ് വസാബിഖു എന്നൊക്കെ ഖുർആനിൽ കാണാൻ കഴിയും. നിങ്ങൾ നന്മയിൽ മത്സരിക്കുക, നന്മ എവിടെയെല്ലാം ഉണ്ടോ അതിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുക. ഈ രൂപത്തിലേക്ക് നമുക്ക് നമ്മുടെ ചിന്താധാരയെ, നമ്മുടെ മക്കളുടെ ആശയ സംവിധാനങ്ങളെല്ലാം പരികൽപ്പന ചെയ്യാൻ, അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ പരിഹാരമുള്ളൂ എന്ന് നാം ചിന്തിക്കണം. ഈ പറയപ്പെട്ട ലഹരിയാവട്ടെ, എന്ത് തന്നെ തിന്മകളാവട്ടെ, അതിനെല്ലാം ആത്യന്തികമായ പരിഹാരം ഈ ധാർമ്മികതയിലേക്ക് വിദ്യാർത്ഥികളെ വഴി നടത്തുകയും അവർക്ക് മതബോധം പകർന്നു കൊടുക്കുകയും പരലോക ചിന്ത അവരിൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക എന്നതിൽ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, ഈ പറഞ്ഞതുപോലെ ജീവിതം അടിച്ചു പൊളിക്കാനുള്ളത് ആണ്, ആസ്വദിക്കാനുള്ളതാണ്, എന്തും ഏതും എങ്ങനെയും ഞാൻ എന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്യും എന്ന് പറയുന്ന ആ മക്കളോട് നമുക്ക് പകർന്നു നൽകാനുള്ള ആശയം, നാളെ മരണം എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളെയും എന്നെയും ഒക്കെ കാത്തിരിക്കാനുണ്ട്. ഈ സംസാരിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരും നാളെ ഖബറിൽ അലിഞ്ഞു ചേരേണ്ട ആളുകളാണ്. നാളെ 6 അടി മണ്ണിൽ നമ്മുടെയൊക്കെ ജനാസ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും തിരിച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു വരുന്ന ഒരു നയനഭേദമായ ഒരു കാഴ്ചയുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റയ്ക്കാവുന്ന ആ ഖബറിൽ നമുക്ക് നേടിയെടുക്കാനുള്ളത്, നമുക്കവിടെ കൂട്ടായി എത്തുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമായിരിക്കും. നമ്മളിവിടെ ഹറാമായ ഒരു സംഗതിയാണോ ചെയ്തത്, അതിന്റെ ഭവിഷ്യത്ത് നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഹലാലായ നന്മയിൽ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണോ നടത്തിയത്, അതിനുള്ള ഗുണങ്ങൾ, അതിന്റെ സുഹൃതങ്ങൾ നമുക്ക് സ്വർഗീയ ആരാമങ്ങളിൽ അനുഭവിക്കാൻ സാധിക്കും. അതാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന ബോധ്യം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. ഇൻഷാ അല്ലാഹ് വിസ്ഡം സ്റ്റുഡൻസ് ഈ വരുന്ന മെയ് 11-ാം തീയതി ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന കഴിഞ്ഞ ഓഗസ്റ്റ് 25-ന് തിരൂർ വാഗൺ ട്രാജഡി ടൗൺ ഹാളിൽ വെച്ച് പ്രഖ്യാപിക്കപ്പെട്ട ഈ മഹാസമ്മേളനം, കേരള സ്റ്റുഡൻസ് കോൺഫറൻസ്, അതത് തീരുന്നത് വരെയും ഇൻഷാ അല്ലാഹ് ഈ ധാർമ്മികതയെയും ഈ സദാചാരത്തെയും ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിന് എത്രത്തോളം അസ്വസ്ഥതയുള്ള, ഇത് ഭയങ്കര മോശമായി കാണുന്ന, ഇത് പറയുന്ന ആളുകളൊക്കെ കുറെ താടിക്കാരും കുറെ പ്രാകൃതരും കുറെ അപരിഷ്കൃതരുമായി കാണുന്ന ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് പറയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു ധർമ്മസമരത്തിൽ ഈ കേൾക്കുന്ന എല്ലാവരും ഭാഗമാവണം. നമ്മുടെയൊക്കെ മക്കളെ ഇൻഷാ അല്ലാഹ് വരുന്ന മെയ് 11-ന് പെരിന്തൽമണ്ണയിൽ 4 മണിക്ക് ആരംഭിക്കുന്ന ആ സമാപന സമ്മേളനത്തിൽ നമ്മുടെ മക്കൾ അതിന്റെ മുൻനിരയിൽ ഉണ്ടാവുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക. രജിസ്ട്രേഷൻ വർക്കുകൾക്ക് വേണ്ടി നമ്മുടെയൊക്കെ പ്രവർത്തകർ, വിസ്ഡം സ്റ്റുഡൻസിന്റെ, നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ ഏറ്റവും ബാക്കിൽ കാണുന്ന ഇവിടെയുള്ള ചെയറുകൾ ഇട്ട, ഇവിടെ വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ വരുത്തിയ വിസ്ഡം സ്റ്റുഡൻസിന്റെ പ്രവർത്തകർ, അവർ ഈ ചെയ്തതൊക്കെ അവരുടെയും നമ്മുടെയും ഒക്കെ ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. ആ ബോധമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മുടെ മക്കളും ആ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാൻ വരുന്ന മെയ് 11-ാം തീയതി ഇൻഷാ അല്ലാഹ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് അവരെല്ലാം എത്തിക്കണമെന്നുള്ള ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പ്രശ്നങ്ങൾ നിരവധിയാണ്, പ്രശ്നങ്ങൾ അനവധിയാണ്. അത് വീണ്ടും 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 നമുക്കൊക്കെ ഉച്ചൈസരം ആവർത്തിച്ച് പറയാൻ സാധിക്കും. പക്ഷെ ആ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരത്തിലേക്ക് നമുക്ക് നമ്മുടെ കുടുംബ സമേതം തന്നെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു വലിയ അവസരം വിസ്ഡം സ്റ്റുഡൻസ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഒരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മെയ് 11-ന് നമ്മുടെ സമ്മേളനം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മെയ് 6 മുതൽ 10 വരെ പെരിന്തൽമണ്ണയിലെ പ്രത്യേകമായി നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് തൊട്ട് മുമ്പുള്ള നമ്മുടെ സമ്മേളന നഗരിയിൽ അവിടെ ഇൻഷാ അല്ലാഹ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ എക്സ്പോ നടക്കാനിരിക്കുകയാണ്. ദ സൊല്യൂഷൻ എന്ന പേരിൽ കുടുംബസമേതനെ നമുക്ക് ആസ്വദിക്കാനുള്ള, ഒരുപാട് എൻജോയ്മെന്റ് ചെയ്യാനുള്ള, നമ്മുടെ മക്കൾക്ക് ഹലാലായ ആസ്വാദനം എന്താണെന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ടല്ലോ, ഉമ്മ അത് ചെയ്യരുത്, ഉപ്പ ഇത് ചെയ്യരുത് എന്ന് നിങ്ങൾ അരുത് 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 മാത്രമേ ഞങ്ങളോട് പറയുന്നുള്ളൂ. എന്താ ചെയ്യേണ്ടത് എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾക്കുള്ള നന്മകൾ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവേണ്ടത് ഇന്ന കാര്യങ്ങളാണ് എന്നവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാനുള്ള വലിയൊരു അവസരം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന മെയ് 6 മുതൽ 10 വരെ 5 ദിവസം പെരിന്തൽമണ്ണയിൽ വെച്ച് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് തൊട്ട് മുമ്പിലുള്ള നമ്മുടെ സമ്മേളന നഗരിയിൽ ഒരു വെർച്വൽ എക്സ്പോ തന്നെ, പിന്നെ സൊല്യൂഷൻ എന്ന പേരിൽ എക്സ്പീരിയൻസ് യുവർ ലൈഫ് എന്ന ടാഗ് ലൈനിൽ നമ്മൾ ഒരുക്കുകയാണ്. അവിടെ നമ്മൾ എല്ലാവരും കുടുംബസമേതം തന്നെ എത്താനുള്ള ഒരു ക്ഷണമായിട്ട് കൂടി ഇൻഷാ അല്ലാഹ് ഈ ഒരു അവസരത്തെ ഞാൻ ഉപയോഗിക്കുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ കൺകുളിർമയുള്ള, നമുക്കും നമ്മുടെ ഈ ഇഹലോകത്തും പരലോകത്തും ഒക്കെ നമുക്ക് വലിയ സഹായകമായി എത്തുന്ന, നമുക്ക് സുഹൃതങ്ങൾ മാത്രം നൽകുന്ന നല്ല മക്കളായി അവരെ പരിവർത്തിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ കൺകുളിർമയുള്ള, സമാധാന അന്തരീക്ഷമുള്ള, സംതൃപ്തിയുള്ള കുടുംബമായി അല്ലാഹു നമ്മുടെ ഏവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ഒരു സമ്മേളനം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർണ്ണമായും പ്രാവർത്തികമാക്കുന്ന, അത് ഏറ്റെടുക്കുന്ന ആളുകളിൽ അല്ലാഹു
അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്ലിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.